എറണാകുളത്ത് കോതമംഗലത്ത് കുട്ടമ്പുഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും 2 വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. കുട്ടമ്പുഴ ആനക്കയം വാർഡിൽ 100 ഏക്കറിൽ താമസിക്കുന്ന ബിന്ദു, സിജൻ എന്നിവരുടെ വീടുകളാണ് തകർന്നത്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഒറ്റപ്പെട്ട മഴയാണെങ്കിലും കുട്ടമ്പുഴയിലൊക്കെ കനത്ത മഴയായിട്ടും കാറ്റായിട്ടും മാറി വാഴ കൃഷി ചെയ്തിരുന്ന പല ആളുകളുടെയും പാടത്ത് വലിയ നഷ്ടങ്ങളുണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് കുട്ടമ്പുഴയിൽ മഴയും കാറ്റുമൊക്കെ കർഷകരെ ബാധിച്ചത്? ഡോക്ടർ അരുൺകുമാർ, ഈ കൊടും ചൂടിനിടയിലും പെയ്യുന്ന വേനൽ മഴ ആശ്വാസം മാത്രമല്ല, ചിലയിടങ്ങളിൽ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മഴ മാത്രമല്ല, മഴക്കൊപ്പം കനത്ത കാറ്റും ശക്തമായ കാറ്റും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കോതമംഗലം കുട്ടമ്പുഴ ആനക്കയം വാർഡിലെ 100 ഏക്കറിൽ ശക്തമായ കാറ്റിൽ 2 വീടുകളുടെ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നത്. ബിന്ദു, സിജൻ എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരയാണ് തകർന്നത്. വീട്ടുകാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഇന്നലെയും ശക്തമായ മഴ പെയ്തിരുന്നു. ആ മഴയിലാണ് കനത്ത കൃഷിനാശം ഉൾപ്പെടെ ഉണ്ടായത്. പ്രത്യേകിച്ച് ആലുവ, ചെങ്ങമനാട് അടക്കമുള്ള മേഖലകളിൽ ശക്തമായ മഴയിൽ വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ചില കാറുകൾക്ക് മുകളിൽ മരം കടപുഴകി വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് കോതമംഗലം മേഖലയിലാണ് ശക്തമായ കാറ്റുണ്ടായത്. അതിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. 2 വീടുകൾ ഭാഗികമായി തകർന്നിരിക്കുകയാണ്. താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. വേനലാണെങ്കിൽ വേനലിന്റെ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഒരു ചെറിയ വേനൽ മഴ പെയ്യുമ്പോൾ പോലും വലിയ കെടുതികളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.